സ്ഥാനാർത്ഥി നിർണയം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. കെ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും എന്നുള്ളത് ബി ജെ പിയിൽ എപ്പോഴും വലിയ ചർച്ചയാണ്. അദ്ദേഹം കോന്നിയിൽ മത്സരിക്കുന്നു, മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു, തൃശ്ശൂർ മത്സരിക്കുന്നു, തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു, ഇങ്ങനെ പല സ്ഥലങ്ങളിലും. അതേസമയം പി കെ കൃഷ്ണദാസ് എവിടെ മത്സരിക്കുന്നു? ചോദ്യമില്ല, കാട്ടാക്കട. വി മുരളീധരൻ എവിടെ മത്സരിക്കുന്നു? കഴക്കൂട്ടം. രാജീവ് ചന്ദ്രശേഖർ എവിടെ മത്സരിക്കുന്നു? നേമം. അങ്ങനെ തർക്കമില്ല. അനൂപ് ആന്റണി എവിടെ മത്സരിക്കുന്നു? തിരുവല്ല. അങ്ങനെ ഓരോരുത്തർ. കായംകുളം, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ കായംകുളം. അങ്ങനെ ഫിക്സഡ് ആണ്. ഇത് ഒരു തർക്കമുണ്ട്. തൃശ്ശൂരും ആശാൻ നോക്കുന്നുണ്ട്, വട്ടിയൂർക്കാവ് നോക്കുന്നുണ്ട്. ഇതിൽ വട്ടിയൂർക്കാവാണ് കൂടുതൽ നോക്കുന്നത്. വട്ടിയൂർക്കാവ് കൂടുതൽ നോക്കണമെന്നൊരു കാര്യമുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴത്തെ പ്രസിഡന്റ് വളരെ ഹൈപ്പിലായിരിക്കും പ്രചരണമൊക്കെ നടക്കുന്നത്. ഹൈടെക് പ്രചരണമായിരിക്കും. വി മുരളീധരൻ കഴക്കൂട്ടം, അതും ഹൈടെക് പ്രചരണമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാൽ അവിടെ ഒരു ഹൈടെക് അടിക്കാം സുരേന്ദ്രന് വട്ടിയൂർക്കാവിൽ. ഇതാണ് ലക്ഷ്യം. നമ്മുടെ ഇവർ മത്സരിക്കുന്നില്ല, അവർ ഇവിടെ മത്സരിക്കുന്നു, വട്ടിയൂർക്കാവിൽ ഇല്ല എന്നും കേൾക്കുന്നു. ശ്രീലേഖ ഉണ്ടെങ്കിൽ, ശ്രീലേഖയോ കൃഷ്ണകുമാറോ ഉണ്ടെങ്കിൽ അവർ തിരുവനന്തപുരം സെൻട്രലും ആയിരിക്കും. അപ്പോൾ എന്തായാലും വട്ടിയൂർക്കാവ് ഉണ്ടെങ്കിലേ ഞാനുണ്ടെങ്കിലേ വട്ടിയൂർക്കാവുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ആവേശത്തിൽ നിൽക്കുകയാണ് സുരേന്ദ്രൻ. മിക്കവാറും കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുമോ നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം വട്ടിയൂർക്കാവിൽ കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്, മാറി മാറി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നോർത്ത്. പഴയ നോർത്ത് എന്ന് പറയുന്നതാണ്, പിന്നെ അത് വട്ടിയൂർക്കാവായി മാറിയത്. ആ നോർത്ത് മണ്ഡലത്തിൽ പലരും ജയിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ജയിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അർബനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ കവടിയാർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്, വട്ടിയൂർക്കാവിൽ തന്നെ വരുന്ന കവടിയാർ പോലുള്ള സ്ഥലങ്ങളിൽ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് യു ഡി എഫിനാണ്. പട്ടം, കവടിയാർ, മുട്ടട ഈ ഒരു ബെൽറ്റ് കിട്ടിയിരിക്കുന്നത് യു ഡി എഫിനാണ്. അതേസമയം ശാസ്തമംഗലം തുടങ്ങി അങ്ങോട്ടുള്ളൊരു ബെൽറ്റ് കിട്ടിയിരിക്കുന്നത് ജഗതി വരെയുള്ള ആ വട്ടിയൂർക്കാവിൻ്റെ ഭാഗം വരെയുള്ള, പൂജപ്പുര കഴിയുമ്പോൾ അത് നിയമമായി, പൂജപ്പുര കഴിഞ്ഞ് നിയമത്തിലേക്ക് ആ ഭാഗമെല്ലാം ബി ജെ പി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബി ജെ പിയുടെയും കുറേ സ്ഥലം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സി പി എം ആണ്. അപ്പോൾ വഞ്ചിയൂർ ഭാഗമെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് സി പി എം ആണ്. പിന്നെ നമ്മുടെ വട്ടിയൂർക്കാവിനടുത്തുള്ള അത് പക്ഷേ നിയമത്തിൽ പോകും, ഇപ്പുറത്തല്ല. കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത് സി പി എം ആണ്. അപ്പോൾ എല്ലാ മുന്നണികളുമുള്ള സാഹചര്യത്തിൽ, മൂന്ന് മുന്നണികൾക്കും ശക്തമായ സാന്നിധ്യമുള്ള സാധനത്തിൽ സുരേന്ദ്രൻ ജയിക്കുമോ ഇല്ല എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എ ക്ലാസ് മണ്ഡലത്തിൽ ബി ജെ പി പിടിക്കും എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കാരണം അതിന് പറയുന്ന ന്യായം, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികളെ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. കോർപ്പറേഷനിലെ വോട്ടേഴ്സിൻ്റെ ശതമാനം നോക്കുമ്പോൾ അവർക്ക് വലിയ ശതമാനം നിയമം കഴിഞ്ഞാൽ വട്ടിയൂർക്കാവാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ളൊരു ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് പാർട്ടിയും സുരേന്ദ്രനും ഉള്ളത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിൽക്കുമോ, അതോ ശ്രീലേഖ IPS നിൽക്കുമോ, അതോ കൃഷ്ണകുമാർ നിൽക്കുമോ? വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും തമ്മിൽ ഇങ്ങനെ രണ്ട് മണ്ഡലം തമ്മിലാണ് അടിക്കുന്നത്. 3 പേരുണ്ട്. ഇതിൽ ആരാണ് 2 പേർ എന്ന് നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. എന്തായാലും വട്ടിയൂർക്കാവിൽ സുരേന്ദ്രൻ വന്നാൽ വലിയ മത്സരം കടുക്കും. അത് സംസ്ഥാന ദേശീയ തലത്തിലേക്ക് വട്ടിയൂർക്കാവ് മണ്ഡലം ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ശരിയാണ്. അത് സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും ആ മണ്ഡലം ശ്രദ്ധിക്കപ്പെടും. വലിയ വാർത്തയും വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.